പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്കൂളിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഈ ഒരു ഇനാഗുറൽ സെറിമണിയിലേക്ക് ഔപചാരികമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ, അതോടൊപ്പം എഡ്യൂമേറ്റഡ് ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയായ മിസസ് ഫാത്തിമ രേഷ്മ അവർകളെ ഏറെ കയ്യടിയോടുകൂടി ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Good evening everyone. It gives me immense pleasure to welcome you all to the inaugural ceremony of Edumated High School. ആക്ച്വലി ഉച്ച മുതലേ വന്ന് ഒരുപാട് ടയർഡായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അറിയാം. എന്നിരുന്നാലും ഒരു മിനിറ്റ് നേരം എനിക്ക് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ സ്കൂളിൻ്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചൊന്ന് പറയാം. ഈ എങ്ങനെയാണ് നമ്മൾ ഈ എഡ്യൂമേറ്റ ഹൈസ്കൂൾ ജേർണിയിലേക്ക് വന്നതെന്ന് പറയാം. അതായത് ഒരു 3-4 വർഷം മുന്നേ ആക്ച്വലി എൻ്റെ ഒരു രണ്ടാമത്തെ കുട്ടീനെ സ്കൂളിൽ ചേർക്കാൻ വരുന്ന സമയത്താണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള സ്കൂളുകളിൽ നിന്നും ആ ഒരു സ്കൂൾ പോരാ, ഇപ്പം ഇനി അങ്ങോട്ടേക്കുള്ള ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കിഡ്സിൽ നിന്നുള്ളൊരു ബോധം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വന്നതോടുകൂടിയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ ഫ്രാഞ്ചൈസി എടുക്കാമെന്നും അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു എഡ്യൂമേറ്റഡ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു ആശയത്തിലേക്ക് വരുന്നതും. ഒരുപാട് ഫ്രാഞ്ചൈസികൾ നമ്മൾ അവരുമായിട്ട് മീറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നോർത്തിൽ തന്നെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഡ്യൂമേറ്റഡ് ഹൈസ്കൂളിൻ്റെ 543ാമത്തെ ബ്രാഞ്ച് നമ്മൾ തിരുവല്ലത്ത് എടുക്കുകയും വെറും 6 കുട്ടികളിൽ നിന്ന് തുടങ്ങി ഒരു 100 കുട്ടികളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ആ സ്കൂളിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സ്കൂൾ തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ആശയത്തിലേക്ക് വീണ്ടും വരികയും ഇവിടെ ഈ സ്കൂൾ തുടങ്ങുകയും ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഈ സ്കൂളിൽ നിന്ന് തുടങ്ങിയേക്കുന്നത് നമ്മുടെ തറവാടാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാം, നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടുന്ന് നമ്മൾ പോകേണ്ട ചെറിയ പ്രായത്തിലെ ഒരു എന്താ പറയുന്ന നമുക്കൊരു ലക്കില്ലായ്മയോ എന്തോ കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നവരാണ്. സോ ആ ഒരു സമയത്തൊക്കെ ഈ വീടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹോളിഡേ ഹോംസ് പോലെ വെക്കേഷന് വൺസിനെ വയൽ വന്നിട്ട് പോകുന്ന ഒരു നമുക്ക് അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇത് പൂട്ടിയിട്ടപ്പോൾ റെൻ്റ് ഔട്ടിന് കൊടുക്കേണ്ടി വന്നു. പതുക്കെ നമുക്ക് ഈ വീടിനോടുള്ളൊരു ഇമോഷണൽ ആ ഒരു ഇതൊക്കെ കുറഞ്ഞു വരുമായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ മദറിനോട് ഉമ്മയോട് ചോദിക്കണ്ടായിരുന്നു, ഉമ്മ എന്തിനാണ് ഈ വീട് ഇത്രയും എന്താ പറയുന്നത് കഷ്ടപ്പെട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്നാണ്. അപ്പോൾ ഉമ്മ എപ്പോഴും പറയും, ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നോ അത്ര കാലം ഞാൻ ഈ വീട് സംരക്ഷിക്കും, ഞാൻ നിങ്ങളെ എങ്ങനെ നോക്കിയോ അതുപോലെ ഈ വീട് ഞാൻ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം എന്താ പറയുന്നത്, ഈ ഒരു മദേഴ്സ് ഡേയുടെ ഒരു ഗിഫ്റ്റ് പോലെയാണ് എനിക്കിത്. അത്രയും പ്രൗഡായിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ എത്രത്തോളം എൻ്റെ ഉമ്മയുടെ ലൈഫ് പറയുകയാണെങ്കിൽ ലൈഫിൻ്റെ 3/4 ഭാഗവും നമുക്ക് വേണ്ടി, എനിക്കും എൻ്റെ സിബ്ലിങ്സിന് വേണ്ടി ചെലവഴിച്ച പോലെ തന്നെ ഈ ഒരു വീട് സംരക്ഷിക്കുന്നതിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ബ്രാഞ്ച് ഇവിടെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടെന്ന് പറയുമ്പോൾ അറിഞ്ഞൂടാത്തവർക്കറിയാം, 100 വർഷങ്ങൾക്ക് അത്രത്തോളം പഴക്കമുള്ള ഒരുപാട് പ്രൗഢിയിൽ ഉണ്ടായിരുന്ന ഒരു തറവാടാണ്. കുറേ വർഷങ്ങളായിട്ട് അത് പലരുടെ കയ്യിലിരുന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനും ഇങ്ങനൊരു സംരംഭം തുടങ്ങാനും പറ്റിയതിൽ എനിക്ക് വളരെയധികം പ്രൗഡായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അധികം ഇത് ചെയ്യുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കട്ടെ. സോ എൻ്റെയും നമ്മുടെ സ്കൂളിൻ്റെ ടീമിൻ്റെയും ഇതായിട്ട് ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് JR അനിൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാറ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്കൂളിൻ്റെ ഇനാഗുറേഷനും ചെയ്തത്. സാറിൻ്റെ ഒരു അനുഗ്രഹം, ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് വളരെയധികം ഇപ്പോഴും ഹാർട്ട് ടച്ചിങ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ശൈലജ മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു.
ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മൾ ഏറെ കാത്തിരുന്ന നിമിഷം വരവായിരിക്കുകയാണ്. ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി, ഔപചാരികമായ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഫുഡ്, സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ലീഗൽ മെട്രോളജി അഡ്വക്കേറ്റ് ജി ആർ അനിൽ സാറിനെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹിതരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സദസ്സും ഒരു കൂട്ടായ്മയുമാണ് നമ്മൾ പങ്കെടുത്തിരിക്കുന്നത്. ഹൈസ്കൂൾ എന്ന പ്രീ പ്രൈമറി തലത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഇവിടെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ എല്ലാ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിലുള്ള പരിചരണമാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത്. പഴയ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി പണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള പഠന കാലയളവിൽ വലിയ ശ്രദ്ധയൊന്നും തന്നെ കുടുംബങ്ങൾ കാട്ടാറില്ല. അവരെല്ലാം ഒരുമിച്ച് അങ്ങ് പോകും. ചില അംഗനവാടികൾ പോയിട്ടുള്ളവരുണ്ടാകും, അന്നത്തെ ചില ബാലവാടികൾ പോയിട്ടുള്ളവരുണ്ടാകും, പലരും പോകാൻ കഴിയാത്തവരായിരിക്കും. അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ അറിവ് ചെറുപ്രായത്തിൽ തന്നെ സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ മൊബൈൽ നന്നായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. എനിക്കറിയുന്നതിനേക്കാൾ എൻ്റെ മകളുടെ മകൾ മൊബൈലെല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് അറിവുള്ളവരാണ്. അപ്പം അവരുടെ കൈവിരൽ തുമ്പിൽ ലോകം കൈവിരൽ തുമ്പിൽ ഇരിക്കുകയാണ്. നമ്മളൊക്കെ എത്രയോ അറിവുള്ളവരാണ്. കുഞ്ഞുമക്കളെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കുഞ്ഞുമക്കളായതുകൊണ്ട് അത് അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിലും അവർക്കൊരുപാട് അറിവ് വളരെ ചെറുപ്രായത്തിൽ സമ്പാദിക്കാൻ കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവരെ നോക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയേ മതിയാവും. ഇതുപോലെ വളരെ ശ്രദ്ധേയമായ തരത്തിൽ എല്ലാ കളിക്കോപ്പുകളും, അതുപോലെ പഠനത്തിലേക്ക് എത്തിയില്ലെങ്കിലും അതിൻ്റെ സാഹചര്യം ഒരുക്കുന്ന എല്ലാ സൗകര്യങ്ങളുമെല്ലാം വളരെ അന്യമായിരുന്നു ഇവിടുത്തെ മുതിർന്ന തലമുറയ്ക്ക്. ഇന്ന് നമ്മൾ ഗവൺമെൻറ് തന്നെ ഭരണക്കൂടാതെ, എൻ്റെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളും ഭരണക്കൂടാതെ പദ്ധതി എല്ലായിടത്തുമായി. ഒരു സ്കൂളിന് 10 ലക്ഷം രൂപ 2 ക്ലാസ് മുറി മനോഹരമാക്കി എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുകയാണ്. സത്യത്തിൽ ആ ഭരണക്കൂടാരം പദ്ധതി നടപ്പാക്കിയ സ്കൂളിൽ അത് ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ എന്തൊരു മോഹമാണ് നമുക്കെല്ലാം ഉണ്ടാകുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണോ അതെല്ലാം? പ്രത്യേകിച്ച് സാധാരണ കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് അതിലെ ഒരു ഉപകരണവും ഒരു കളിപ്പാട്ടവും നമുക്ക് വാങ്ങിക്കാനുള്ള ശേഷിയുള്ളവരല്ല. ആ സൗകര്യത്തോടു കൂടി സ്കൂളിൽ തന്നെ ചെറിയ തിയേറ്റർ അടക്കം, മിനി തിയേറ്റർ ഉൾപ്പെടെയുള്ള ആ തിയേറ്ററിൽ കാണുന്ന വിവിധങ്ങളായ പടങ്ങൾ, സിനിമകൾ, ചെറിയ പഠന സൗകര്യങ്ങൾ, അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ടുള്ള സൗകര്യങ്ങളാണ് ഭരണക്കൂടാരം പദ്ധതിയിലൂടെ ഗവൺമെൻറ് യാഥാർത്ഥ്യമാക്കിയത്. അത് കാണിക്കുന്നത് മറ്റൊന്നിനുമല്ല, പഠിക്കാൻ വേണ്ടിയല്ല, അവരെ മനസ്സിനെ നല്ല സന്തോഷത്തോടു കൂടിയ
ഒരു വളർച്ചയിലേക്ക് നയിക്കാനുള്ള സൗകര്യങ്ങളാണ്. വളരെ കുഞ്ഞിലെ തന്നെ ആ കുഞ്ഞു മനസ്സ് നല്ല സന്തോഷം പകരുന്ന, ആഹ്ലാദം പകരുന്ന, വിഷമതകളിൽ നിന്നെല്ലാം അവർക്ക് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ്. അതാണ് ഇത്തരം പ്രീ ക്ലാസ്സുകളിലൂടെ, സ്കൂളുകളിലൂടെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അല്ലാതെ പുസ്തകം പഠിപ്പിച്ച് അവരെ കാണാപ്പാഠം പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന പ്രവൃത്തിയല്ല. അവർക്ക് കളിക്കാനും രസിക്കാനും ഒത്തുകൂടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷകർത്താക്കൾ ഇത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് തുക ചിലവഴിക്കാൻ ഒരു മടിയുമില്ലാത്തത്. കാരണം തങ്ങളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായ കൈകളിൽ ഉണ്ടാകണമെന്നതാണ്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ശ്രീമതി രഹ്ന അല്ലേ, രേഷ്മി, ഇവർ ആദ്യം ഒരു സ്കൂള് തിരുവല്ലത്ത് ആരംഭിച്ചത്. അതിൻ്റെ പ്രയോജനമാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും ആരംഭിക്കാൻ തയ്യാറായത്. എന്തായാലും നന്നായി, വളരെ സന്തോഷത്തോടു കൂടി അവരെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്താൻ. നഗരത്തിൽ ഇതുപോലുള്ള സ്കൂളുകളിലെല്ലാം കുട്ടികൾ വെക്കേഷൻ കാലത്ത് പോകുന്നതിന് എത്ര രൂപ ചെലവഴിക്കുന്നു? വലിയ തുക. പുറത്ത് പറഞ്ഞാൽ നമുക്ക് അതിശയമായിരിക്കും. വലിയ തുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ജവഹർ നഗറിലൊരു ഇതുപോലൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ, കാരണം ഞാനിത് പറയാൻ കാരണം എത്ര രൂപ എന്നുള്ളതല്ല, ആ രീതിയിലുള്ള പരിചരണം നമ്മുടെ കുഞ്ഞിന് ലഭിക്കണം. അതാണ് രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം പ്രീ പ്രൈമറി പ്രാക്ടീസ് എല്ലാം ലഭിച്ച അധ്യാപകരായിരിക്കും അല്ലേ? അതെല്ലാം അങ്ങനെയല്ലേ? TTC എന്താണ് ഇവിടെ? ഇതെല്ലാം പഠിച്ചവരല്ലേ? അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം, അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ ഉടൻ നമ്മൾ പിച്ചാത്തിയായിട്ട് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തവിയായിട്ട് നിൽക്കും. കൈ കിട്ടി എന്താണോ അതുമായി നിൽക്കും. കുഞ്ഞിൻ്റെ മനസ്സതോടെ തകർന്നു പോകും. അതോടെ പോയില്ലേ ആ കുട്ടി. കാരണം എനിക്ക് നേരിട്ടറിയാം, നമ്മളെ വീട്ടിലൊരു കുഞ്ഞ്, ഒരു തയ്യൽ ടീച്ചർ സൂചി കൊണ്ട് പേടിപ്പിച്ചത് ഇന്നും ആ കൊച്ചിന് പേടിയാണ്. ഇപ്പോൾ അവർ 10-30 വയസ്സായി, പക്ഷെ ആ പേടി പോലെ മാറിയിട്ടില്ല. 5 വയസ്സ് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഭയപ്പെട്ടതാണ്. ആ കുഞ്ഞിനോട് തയ്യൽ ടീച്ചർ സൂചി നൂലും എടുത്ത് അതുപോലെ കൊച്ചു തയ്ക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ ആ പേടിച്ചു പോയി കൊച്ചു. അതിൻ്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല. ആ തയ്യൽ സൂചി കാണുമ്പോൾ പേടിക്കും. അതുകൊണ്ട് കുഞ്ഞു മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള അധ്യാപകരെന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആ നിലയിലായിരിക്കണം. അവരൊരിക്കലും അവരെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള പെരുമാറ്റം ഉണ്ടാകാനേ പാടില്ല. വളരെ വളരെ ശ്രദ്ധിച്ച് ഇത്തരം മനസ്സിനെ, ഇത്തരം ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അത്തരം മാനസികാവസ്ഥയിലുള്ളവരാകണം ഇതിനെയൊക്കെ ഈ കുട്ടികളെ കയ്യിലേൽപ്പിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് തിരക്കേറിയ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ, അതിനിടയിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ പ്രയാസങ്ങളുമായിട്ടൊക്കെ കടന്നു വരുന്ന ഒരാൾ ആ ദേഷ്യം മുഴുവൻ കുഞ്ഞുങ്ങളോട് തീർക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ തീർന്നില്ല, അതോടെ പോയില്ലേ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മുടെ കുട്ടികളെ കൂടുതൽ സമയം അവർക്ക് കളിക്കാനും ഉറങ്ങാനും അവർക്ക് ഉല്ലസിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാകണം ഇവിടുത്തെ പഠനത്തിലൂടെ രക്ഷകർത്താക്കൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നാളെ രാവിലെ 1ാം ക്ലാസ്സിലെ പുസ്തകം മുഴുവൻ കാണാതെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന രീതിയിലേക്ക് ആകരുത് എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ സംരംഭത്തിനെല്ലാം ആശംസകൾ നേരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. രക്ഷകർത്താക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഭാഗമായി മാറണം. അതാണ് ഏറ്റവും പ്രധാനം. അതാണ്. രക്ഷകർത്താക്കൾ അവരെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോക്കളായിരുന്നു. പണ്ടങ്ങനെ ആയിരുന്നല്ലോ. നമ്മളെല്ലാം 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്താൽ 10ാം ക്ലാസ് വരെ അച്ഛനും അമ്മയൊന്നും അവിടെ വരില്ല. പിന്നെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുള്ള കുട്ടികളും കാണും അല്ല. അതായിരുന്നു കാലഘട്ടം. ഇന്നതല്ല. ഇന്നത് മാറിയല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ശ്രദ്ധ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ
പരിചരിക്കുന്നവരെ എന്താണ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക്, അതാണ് നമ്മൾ PTA മാത്രമല്ല MPTA ഉണ്ടാക്കിയത് സ്കൂളുകളിൽ. മദർ PTAയിലെ അംഗങ്ങൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ സമയം കണ്ടെത്തി ഇടപെടുന്നവരായി മാറ്റിയത്. ഇതിനൊക്കെ ഒരു ലക്ഷ്യം, പാഠ്യപദ്ധതിയിലെ ഒരു രൂപം, ഒരു രീതിയാണ്. അങ്ങനെ ആ രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയിട്ടുള്ളത്. അല്ലാതെ പഠിപ്പിക്കൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളെക്കുറിച്ചടക്കം നല്ല താല്പര്യം കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ, അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരുടെ അഭിരുചിക്കനുസരിച്ച് അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാനെല്ലാം കഴിയുന്ന കേന്ദ്രം ഇതാണ്. അത് ആ ശ്രദ്ധയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കാണാൻ കഴിയണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സർ. സർ, ഒരു ചെറിയ ഒരു റിക്വസ്റ്റ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, നമ്മളെ അഡ്വക്കേറ്റ് GR അനിൽ സാറിന് വേണ്ടിയിട്ട് ഒരു സ്നേഹ ഉപഹാരം സമ്മാനിക്കുന്ന ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എഡ്യൂമേറ്റഡ് ഹൈസ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ് റഹിന S അവർ അഡ്വക്കേറ്റ് GR അനിൽ സാറിന് ഒരു സ്നേഹ ഉപഹാരം സമ്മാനിക്കുകയാണ്. ആ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്.